സോ ഇപ്പോൾ നമ്മൾ നോക്കിയ ആ ഒരു ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റിയുടെ എസ്റ്റിമേറ്റ് നോക്കുമ്പോൾ ഇനി എത്രത്തോളം സ്പീഷീസ് ഡിസ്കവർ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനുണ്ട്, നെയിം ചെയ്യാനുണ്ട്, അതാണ് ഇനി അടുത്തത്. സ്പീഷീസ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് നെയിംഡ്. എത്ര നമ്പർ ഓഫ് സ്പീഷീസ് ഡിസ്കവർ ചെയ്യാനും നെയിം ചെയ്യാനും അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനും ഉണ്ട്. സോ നമ്മളിപ്പോൾ നോക്കിയ ആ എസ്റ്റിമേറ്റുകൾ ഇൻവെർട്ടിബ്രേറ്റ്സ്, വെർട്ടിബ്രേറ്റ്സ്, പ്ലാന്റ് ടാക്സോണമിക് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഒരു അറൗണ്ട് എത്ര എസ്റ്റിമേറ്റുകൾ ഓരോ സ്പീഷീസിൻ്റെയും പ്രൊപ്പോർഷനേറ്റ് നമ്പർ നമ്മൾ നോക്കി, എത്ര പെർസെൻറ്റേജ് വരും. സോ ഇപ്പോൾ നോക്കിയ ആ എസ്റ്റിമേറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഒരു പ്രോകാരിയോട്സിൻ്റെ ഫിഗർ പറയുന്നില്ല. സോ ദേ ഡു നോട്ട് ഗിവ് എനി ഫിഗർ ഫോർ പ്രോകാരിയോട്സ്. എത്രത്തോളം പ്രോകാരിയോട്സിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടെന്ന് ഈ പറഞ്ഞ എസ്റ്റിമേറ്റിലൊന്നും കാണുന്നില്ല. സോ ബയോളജിസ്റ്റിന് തന്നെ ഉറപ്പില്ല, അറിയില്ല എത്രത്തോളം പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള സ്പീഷീസുകൾ അല്ലെങ്കിൽ മൈക്രോബിയൽ സ്പീഷീസുകൾ ഇവിടെ ഉണ്ട് എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. സോ അതാണ് പറയുന്നത് നോ എസ്റ്റിമേറ്റ്സ് ഫോർ പ്രോകാരിയോട്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ ആ എസ്റ്റിമേറ്റുകളിലൊന്നും പ്രോകാരിയോട്സിൻ്റെ ഫിഗർ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ എത്രത്തോളം പ്രോകാരിയോട്സ് ഉണ്ടെന്ന് ഈ ബയോളജിസ്റ്റിന് തന്നെ കറക്റ്റായിട്ട് അറിയില്ല. ദർ മൈറ്റ് ബി എത്ര ഉണ്ടെന്ന് അറിയില്ല. സോ അതിന് മെയിനായിട്ടുള്ള കാരണം പ്രോകാരിയോട്സിൻ്റെ എസ്റ്റിമേറ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തതും അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൺവെൻഷണൽ ആയിട്ടുള്ള ടാക്സോണമിക്കൽ മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആ കൺവെൻഷണൽ ടാക്സോണമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഐഡൻറ്റിഫൈ മൈക്രോബിയൽ സ്പീഷീസ്. മൈക്രോബിയൽ സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ കൺവെൻഷണൽ ആയിട്ടുള്ള ടാക്സോണമിക്കൽ മെത്തേഡ്സ് ഒട്ടും തന്നെ സ്യൂട്ടബിൾ അല്ല. രണ്ടാമത്തത് ഈ മൈക്രോബിയൽ സ്പീഷീസിൻ്റെ പല സ്പീഷീസുകളെയും കനോട്ട് ബി സിംപ്ലി കൾച്ചേർഡ് അണ്ടർ ലാബ് കണ്ടീഷൻ. ഒരു ലാബ് കണ്ടീഷനിൽ വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് ഈ മൈക്രോബിയൽ സ്പീഷീസുകളെ മിക്കവാറും മൈക്രോബിയൽ സ്പീഷീസിനെ നമുക്ക് കൾച്ചർ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സോ ഇത് രണ്ടാണ് മെയിനായിട്ട് പ്രോകാരിയോട്സിൻ്റെ ഒരു ഫിഗർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് നമുക്ക് കാണാൻ പറ്റാത്തതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. ഒന്ന്, നമ്മൾ കൺവെൻഷനലായിട്ടുള്ള ടാക്സോണമിക്കൽ മെത്തേഡ്സ് വെച്ച് അവരെ എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊട്ടും തന്നെ സ്യൂട്ടബിൾ അല്ല മൈക്രോബിയൽ സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ ഒട്ടുമിക്ക മൈക്രോബിയൽ സ്പീഷീസിനെയും നമുക്ക് സിംപ്ലി ലബോറട്ടറി കണ്ടീഷനിൽ കൾച്ചർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി നമ്മൾ ബയോകെമിക്കൽ ആൻഡ് മോളിക്കുലാർ ക്രൈറ്റീരിയനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് നടത്തുകയാണെങ്കിൽ, സോ നമ്മളൊരു ബയോകെമിക്കൽ ആൻഡ് മോളിക്കുലാർ ക്രൈറ്റീരിയയിൽ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് നടത്തുകയാണെങ്കിൽ ഈ മൈക്രോബിയൽ സ്പീഷീസിനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം വരാനുള്ള സാധ്യതയുണ്ട്? മില്യൺസ് ഓഫ് മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി. സോ മൈക്രോബിയൽ ഡൈവേഴ്സിറ്റി മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ മില്യൺസ് കാണാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ബയോകെമിക്കൽ ആൻഡ് മോളിക്കുലാർ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വെച്ചാൽ മൈക്രോബിയൽ സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി മാത്രം തന്നെ മില്യൺസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഓൾദോ ഇന്ത്യയിൽ ഓൺലി 2.4% വേൾഡ്സ് ലാൻഡ് ഏരിയ. ഇന്ത്യയിൽ എത്രയാണ്? ഇന്ത്യയിലെ ലാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യക്കായിട്ടുള്ളത് 2.4%. സോ ലോകത്തിൻ്റെ 2.4% മാത്രമേ നമ്മുടെ ഇന്ത്യയുടെ ലാൻഡ് ഏരിയ ആയിട്ടുള്ളൂ. എന്നിരുന്നാലും അവർ ഷെയർ ചെയ്യണത് എത്രയാണ്? 8.1% ഓഫ് ഗ്ലോബൽ സ്പീഷീസ് ഓഫ് ഡൈവേഴ്സിറ്റി. സോ ഗ്ലോബൽ സ്പീഷീസ് ഓഫ് ഡൈവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഷെയർ ചെയ്യണത് എത്രയാണ്? 8.1% ആണ്. എത്രയേ ലാൻഡ് ഏരിയ ഉള്ളൂ? സോ ലോകത്തിൻ്റെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ 2.4% ലാൻഡ് ഏരിയ ഈ ലോകത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളൂ. എന്നിട്ടും ഇന്ത്യ വളരെയധികം 8.1%ഓളം ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇന്ത്യയാണ് ഷെയർ ചെയ്യുന്നത്. സോ അതാണ് ഇന്ത്യനെ 1 ഓഫ് ദ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദ വേൾഡ് ആക്കി മാറ്റുന്നത്. അത് പ്രകാരം ഇന്ത്യയാണ് ഈ പറഞ്ഞ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ്, ഈ ലോകത്താകമാനമുള്ള 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രിയിൽ ഒന്ന് ഇന്ത്യയാണ്. അതിന് കാരണം നമ്മൾ പറഞ്ഞത് 2.4% വേൾഡ്സ് ലാൻഡ് ഏരിയ ആയിട്ട് പോലും ഇന്ത്യ
ഷെയർ ചെയ്യുന്നത് എത്രയാണ്? 8.1% ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യനെ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ്, ഈ ലോകത്തിലെ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രിയിൽ ഒന്നാക്കി ഇന്ത്യനെ മാറ്റുന്നു. ഇനി നമ്മുടെ ഇന്ത്യ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിയർലി 45,000 ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്. സോ 45,000 പ്ലാന്റിൻ്റെ സ്പീഷീസുകളും അതിൻ്റെ തന്നെ ഇരട്ടി twice as many as animals. സോ 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സുകളും അതിൻ്റെ തന്നെ ഇരട്ടിയോളം എനിമൽസും ഇന്ത്യയിൽ തന്നെ മാത്രമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ അത്രയും ഒരു ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയാണ് ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 12 മെഗാ ഡൈവേഴ്സിറ്റി ഉള്ള ആ കൺട്രികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിയത്. ഇനി നമ്മൾ ഈ പറഞ്ഞ റോബർട്ട് മെയിൻ്റെ ആ എസ്റ്റിമേറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, മേയ്സ് ഗ്ലോബൽ എസ്റ്റിമേറ്റിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, റോബർട്ട് മെയ് ഗ്ലോബൽ എസ്റ്റിമേറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ആ കണക്ക് പ്രകാരം ഓൺലി 22% ഓഫ് ടോട്ടൽ സ്പീഷീസ് റെക്കോർഡഡ് സോ ഫാർ. ഇതുവരെ 22% ടോട്ടൽ സ്പീഷീസേ ആ റോബർട്ട് മെയ് ഗ്ലോബൽ എസ്റ്റിമേറ്റ് പ്രകാരം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? മോർ ദാൻ 1 lakh പ്ലാന്റ് സ്പീഷീസുകൾ, അതുപോലെ 3 lakh അനിമൽ സ്പീഷീസുകൾ ഇനി ഡിസ്കവർ ചെയ്യാനും നെയിം ചെയ്യാനുമുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ഇതാണ്, ഇന്ത്യയിലെ ഇത്രയും ഈ ബയോളജിക്കൽ ആയിട്ടുള്ള വെൽത്ത് ഓഫ് അവർ കൺട്രി, നമ്മുടെ ഈ രാജ്യത്തിലെ ബയോളജിക്കൽ വെൽത്ത് നമുക്ക് എപ്പോഴെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്യാൻ സാധിക്കുകയോ? നമ്മുടെ ചോദ്യം ഇതാണ്. നമ്മൾ 22% ടോട്ടൽ സ്പീഷീസ് മാത്രമേ ഇതുവരെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ എസ്റ്റിമേറ്റ് പ്രകാരം എന്താണ്, 1 lakh പ്ലാന്റ് സ്പീഷീസുകളും 3 lakh അനിമൽ സ്പീഷീസുകളും ഇനിയും ഡിസ്കവർ ചെയ്യാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും നെയിം ചെയ്യാനും ഉണ്ട്. അത്രത്തോളം ഇനിയും കണ്ടുപിടിക്കാനുണ്ടെന്ന്. എന്നെങ്കിലും നമ്മുടെ ഇത്രയും ഈ ബയോളജിക്കൽ വെൽത്ത് നമ്മുടെ രാജ്യത്തെ നമുക്ക് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ? അതാണ് നമ്മുടെ ഒരു ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അങ്ങനെ അത്രയും ആ ഒരു ബയോളജിക്കൽ വെൽത്ത് നമ്മുടെ കൺട്രിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ, നമ്മൾ പറഞ്ഞത്രയും 1 lakh പ്ലാന്റ് സ്പീഷീസും 3 lakh അനിമൽ സ്പീഷീസും ഡിസ്കവർ ചെയ്യാനുണ്ട്, കണ്ടുപിടിക്കാനായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ടു ബി എക്സ്പ്ലോർഡ് ആയിട്ട്. പക്ഷേ ഇത്രയും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ കൺസിഡർ ചെയ്യാണ്, ഇത്രയും അധികം നമ്മൾ ഡിസ്കവർ ചെയ്യണമെങ്കിൽ, സ്പീഷീസിനെ ഡിസ്കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ട്രെയിൻഡ് മാൻ പവർ വേണം. അതായത് ടാക്സോണമിസ്റ്റിനെ ഒരുപാട് ആവശ്യമാണ്. അതിനനുസരിച്ച് അവർക്ക് ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ടൈമും വേണം. എന്നാൽ ഈ സിറ്റുവേഷൻ കുറച്ചും കൂടി ഹോപ്പ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എപ്പോഴാണ് അത് ഹോപ്പ്ലെസ് ആവണേ? നമുക്കറിയാം ഇത്രയധികം നമ്പർ ഓഫ് സ്പീഷീസ് ഡിസ്കവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ തന്നെയും നമുക്ക് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവർ അല്ലെങ്കിൽ ടാക്സോണമിസ്റ്റിൻ്റെ ആവശ്യമുണ്ട് ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ അത്രയും ടൈമും വേണം അതിനെ ഡിസ്കവർ ചെയ്യാനായിട്ട്. എന്നാൽ നമ്മൾക്ക് വേറൊരു കാര്യം ചിന്തിക്കുമ്പോൾ സിറ്റുവേഷൻ ഒന്നും കൂടി ഹോപ്പ്ലെസ് ആയിട്ട് മാറുകയാണ്. ഏത് സിറ്റുവേഷനാണ്? ഈ നമ്മൾ ഡിസ്കവർ ചെയ്യാൻ പോകുന്ന ഒരുപാട് സ്പീഷീസുകളിൽ മെജോറിറ്റിയും അവർ വംശനാശ ഭീഷണിയിലാണ്. സോ ലാർജ് ഫ്രാക്ഷൻ ഓഫ് ദീസ് സ്പീഷീസ് ഫേസ് ദ ത്രെറ്റ് ഓഫ് ബിക്കമിങ് എക്സ്റ്റിങ്ഷൻ. നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പറഞ്ഞ സ്പീഷീസുകളുടെ ഭൂരിഭാഗവും വംശനാശ ഭീഷണിയിലാണ്. സോ നമ്മൾ അവരെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്രയും സ്പീഷീസിൽ ഒരുപാട് എണ്ണം, അതിൻ്റെ മെജോറിറ്റിയും അവരിവിടുന്ന് വംശനാശം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. നമ്മൾ ഡിസ്കവറിന് മുമ്പ് തന്നെ അവർക്ക് നാശം സംഭവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വക്കിലാണ് ഈ പറഞ്ഞ മേജർ ഫ്രാക്ഷൻ ഓഫ് സ്പീഷീസ് ടു ബി ഡിസ്കവേർഡ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സ്പീഷീസിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ എക്സ്റ്റിങ്ഷൻ വംശനാശ ഭീഷണിയിലാണ് നിൽക്കുന്നത്. സോ നമ്മൾ ഡിസ്കവറിന് മുമ്പ് തന്നെ അവർ നഷ്ടപ്പെട്ടു പോകും. ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു തരത്തിൽ വേറൊരു തരത്തിൽ ഇതിന് ഉപമിക്കാം. സോ നമ്മുടെ ഈ പ്രകൃതിയുടെ നേച്ചറിൻ്റെ ബയോളജിക്കൽ ലൈബ്രറി, ഈ സ്പീഷീസുകളെ നമുക്കൊരു ബയോളജിക്കൽ ലൈബ്രറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
നേച്ചേഴ്സ് ബയോളജിക്കൽ ലൈബ്രറി ഈസ് ബേണിംഗ് എന്ന് പറയാം. പ്രകൃതിയുടെ ഈ ബയോളജിക്കൽ ജൈവപരമായിട്ടുള്ള ആ സ്പീഷീസുകളുടെ ആ ലൈബ്രറി ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ? ഈവൺ ബിഫോർ വി കാറ്റലോഗ് ടൈറ്റിൽ ഓഫ് ഓൾ ബുക്സ് സ്റ്റോക്ക്ഡ് ദർ. സോ നമ്മളൊരു ലൈബ്രറിയിൽ ഒരുപാട് ബുക്സുകളുണ്ട്. ആ ബുക്സുകളെ കാറ്റലോഗ് ചെയ്ത് ടൈറ്റിലാക്കി വെക്കുന്നു. സോ ആ ടൈറ്റിലാക്കി കാറ്റലോഗാക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ ആ ലൈബ്രറി കത്തിപ്പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇതുപോലെയാണ് നമ്മുടെ അവസ്ഥ. സോ ഈ പ്രകൃതിയുടെ ബയോളജിക്കലായിട്ടുള്ള ലൈബ്രറി കത്തിക്കൊണ്ടിരിക്കുകയാണ്, ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെയുള്ള എല്ലാ ആ സ്പീഷീസുകളെയും എല്ലാ ബുക്സുകളെയും നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള എല്ലാ ബുക്സുകളെയും ടൈറ്റിലാക്കി കാറ്റലോഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രകൃതിയുടെ ലൈബ്രറി എന്താണ്? ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് സ്പീഷീസുകളുണ്ട്. അതിൽ മെജോറിറ്റിയും വംശനാശ ഭീഷണിയിലാണ്. സോ നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്പീഷീസുകളൊക്കെ ഇവിടെ നിന്ന് ഇല്ലാണ്ടായിപ്പോവും. സോ നമ്മുടെ നേച്ചറിൻ്റെ ബയോളജിക്കൽ ലൈബ്രറി അതിനെ അവിടെയുള്ള എല്ലാ ബുക്സുകളെയും സ്റ്റോക്ക് ചെയ്തിട്ടുള്ള എല്ലാ ബുക്സുകളെയും കാറ്റലോഗ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നേച്ചറിൻ്റെ ബയോളജിക്കൽ ലൈബ്രറി കത്തുന്നതിന് തുല്യമാണ് എന്നാണ് ഇതിനെ പറയുന്നത്.